നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു എന്താ പറയാ കോഴ്സിന് വേണ്ടിയിട്ട് നമ്മളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നത്. എല്ലാവർക്കും അവരവരുടേതായ ലക്ഷ്യങ്ങളുണ്ട്. ലക്ഷ്യങ്ങൾ മാത്രമല്ല, അതിലേക്ക് എത്തുക എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഡിസയർ ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ഭാഗമാകുക, ഹോസ്പിറ്റൽസിന്റെ ഭാഗമാകുക, ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാകുക. ഇറ്റ്സ് വെരി എന്താ പറയാ നമ്മളുടെ ഉള്ളിലുള്ള ഒരു ആഗ്രഹങ്ങളാണ്. കാരണം എന്താണ്, വൈ you select such a course? ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തുകൊണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലെയുള്ള ഒരു കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് നോക്കി? നമുക്കറിയാം ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ എന്താ പറയാ ഡിമാൻഡ് ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണ് നമുക്ക് പറയാം. വൈ? Because of the increased population and also increased type of diseases. നമുക്കറിയാം ഇന്നത്തെ നമ്മളുടെ ഇന്ത്യ ഇസ് ദ ഫസ്റ്റ് പൊസിഷൻ. പോപ്പുലേഷൻ സെൻസസ് എടുത്തപ്പോൾ നമുക്കറിയാം ഇന്ത്യക്ക് 1ാം സ്ഥാനത്തേക്കൊക്കെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ പോപ്പുലേഷന്റെ ഇൻക്രിമെന്റും ആൻഡ് അറ്റ് ദ സെയിം ടൈം അതനുസരിച്ച് നമ്മൾക്ക് ഉണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന രോഗങ്ങളുടെ വൈവിധ്യങ്ങളും ഹോസ്പിറ്റൽസിന്റെ ഡിമാൻഡ് അങ്ങനെ വർദ്ധിപ്പിച്ചു അല്ലേ. നമുക്കറിയാം ഇന്ന് പണ്ട് കാലത്തുണ്ടായിരുന്ന പോലത്തെ രോഗങ്ങളൊന്നുമല്ല. ഓരോ ദിവസവും പനി തന്നെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതൊക്കെ തരത്തിലുള്ള പനിയാ. പേര് കേട്ടാൽ തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ പനിയുണ്ടോ അല്ലെ. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള പേരുകളിൽ അറിയപ്പെടുന്ന പനികൾ. ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പനിയുടെ കാര്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതുപോലെ ഓരോ രോഗങ്ങള് ഓരോ ദിനം പ്രതി നമ്മൾ പുതിയ പുതിയ ഡിസീസസിന്റെ പേരുകളൊക്കെ കേട്ടോണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഈ പറയുന്ന ഡിസീസസ് ഇങ്ങനെ പെരുകുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം അതേ പ്രൊപ്പോർഷനിൽ ഈ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന്റെ അതേ പ്രൊപ്പോർഷനിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം ഡിസീസസും ഇന്ന് ഇൻക്രീസ് ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് ഇറ്റ് വിൽ കോസ് ദ ഡിമാൻഡ് ഫോർ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ അത്തരം കാരണങ്ങൾ കൊണ്ട് ഇന്ന് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ആരോഗ്യ സംരക്ഷണ മേഖലകളിലെ ചില ഹോസ്പിറ്റൽസ്, അതുപോലെ ഹോസ്പിറ്റൽസ് മാത്രമല്ല, സാധാ ഹോസ്പിറ്റൽസ് അല്ല, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ്, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ്, ലബോറട്ടറീസ്, ഹെൽത്ത് കെയർ സിസ്റ്റംസ്, മെഡിക്കൽ കോളേജസ് അല്ലെ, അതുപോലെ എത്ര ഓർഗനൈസേഷൻസ് ഇന്ന് ഉയർന്നു പൊങ്ങി വരുന്നത് ഓരോ സ്ഥലങ്ങളിലും. ബിക്കോസ് ദേ നോ what are the opportunities. അല്ലെങ്കിൽ ഇത്തരം ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇങ്ങനെ ഉയർന്നു വരുന്നത്. ലബോറട്ടറീസ് എത്ര എണ്ണമൊക്കെയാ. പണ്ടൊക്കെ ഒരു ലാബ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കഷ്ടപ്പെട്ടിരുന്നു. ഇന്ന് നമ്മൾ എവിടെ തൊട്ടാലും പിടിച്ചാലൊക്കെ നമുക്ക് ലാബുകൾ കാണാം. ബിക്കോസ് ഇന്ന് രോഗങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതനുസരിച്ച് അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നമുക്ക് വേണ്ട ഇത്തരം രോഗങ്ങൾക്ക് നമുക്ക് എന്താ പറയാ ഹീലിംഗ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ എന്താ പറയാ നമുക്ക് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അവിടെ ടൈപ്പ് ചെയ്ത് വന്ന കാര്യം എന്താന്ന് ഐ കുഡിന്റ് മേക്ക് ഔട്ട്. എനിക്ക് മനസ്സിലായില്ല എന്താന്ന്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്തു, ഈ പറയുന്ന ഹോസ്പിറ്റൽ പോലെയുള്ള ഓർഗനൈസേഷൻസിന്റെ ഡിമാൻഡ് അങ്ങോട്ട് കത്തിക്കയറാൻ തുടങ്ങി എന്ന് പറയാം. സോ അങ്ങനെ കത്തിക്കയറിയപ്പോ എന്ത് സംഭവിച്ചു? It is very necessary or important thing to manage all the hospital as a whole. ഈ ഹോസ്പിറ്റൽ പോലെയുള്ള ഇത്തരം ഓർഗനൈസേഷൻസ് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയേ. നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ പോലുള്ള ഓർഗനൈസേഷനിൽ there are a lot of employees working there. അല്ലെ, എന്തുമാത്രം ജോലിക്കാർ അവിടെ ഉള്ളത്. ചെറിയ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ പോലും എന്താ പറയാ ഒത്തിരി ജോലിക്കാരുണ്ട് അല്ലെ, എംപ്ലോയീസ് ആയിട്ട്. അവിടെയുള്ള ക്ലീനിങ് സെഷനിലുള്ള വർക്കേഴ്സ് ഉണ്ട്, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ്, നഴ്സസ് അല്ലെ, അവിടെ ലോണ്ടറി ഉണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നവരുണ്ട്, ക്യാൻറ്റീൻ ഉണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും അവിടെ എന്താ പറയാ ഒരുപാട് എംപ്ലോയീസ് ആണ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം, ഹൗ മെനി എംപ്ലോയീസ് ആണ് വർക്കിംഗ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിൽ എത്രത്തോളം എംപ്ലോയീസ് ഏകദേശം എങ്കിലും ഉണ്ടാകും എന്ന് നമുക്കൊന്ന് നോക്കാൻ പറ്റും അല്ലെ. അപ്പൊ ഇത്തരം എംപ്ലോയീസ്, ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും പ്രവർത്തിപ്പിക്കപ്പെടുന്ന മെഷീൻസ്, എക്യുപ്മെന്റ്സ്, വാട്ട് ഓൾ തിങ്സ് ആർ ഗോയിങ് ഓൺ. There are a lot of operations inside the hospitals. ഒരുപാട് പ്രവർത്തനങ്ങൾ ദൈനംദിനം അല്ലെ, ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഒരുപാട് നടക്കുന്നുണ്ട്. സോ who will manage all these things, all the operations, all the day to day affairs of the hospital? ഈ ഹോസ്പിറ്റലിന്റെ പോലെയുള്ള ഇത്തരം ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഓരോ ദൈനംദിന പ്രവർത്തനങ്ങൾ ആര് നിയന്ത്രിക്കും? Who will manage? Who will coordinate? Who will also schedule all the things which is going on? അതിനകത്ത് നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾ എങ്ങനെ ആരൊക്കെ അറേഞ്ച് ചെയ്യും, എങ്ങനെ മാനേജ് ചെയ്യും, എങ്ങനെ കോർഡിനേറ്റ് ചെയ്യും, എങ്ങനെ ഡിറക്റ്റ് ചെയ്യും?
ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു മാനേജ്മെന്റ് ആവശ്യമാണെന്ന് തോന്നി. അങ്ങനെ ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആകാൻ വേണ്ടി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സിനെ കുറിച്ച് ആളുകൾ ചിന്തിച്ചിട്ടുണ്ടാകുക. പണ്ടും ഹോസ്പിറ്റൽസ് ഉണ്ടായിരുന്നു, എന്നാൽ ഇത്രയും വലിയ ഹോസ്പിറ്റൽസോ അല്ലെങ്കിൽ ഇത്തരം മൾട്ടി സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഹോസ്പിറ്റൽസോ ഒന്നും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ദർ വർ നോ സച്ച് ടൈപ്പ് ഓഫ് ഡിസീസസ്. അങ്ങനെ നമ്മളുടെ കൺട്രോളിൽ വരാത്ത രീതിയിലുള്ള ചില ഡിസീസസും അത്തരം കാലഘട്ടങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ പറയുന്ന ഹോസ്പിറ്റൽസ് ഒക്കെ അന്നും നിലനിന്നിരുന്നു, ഇല്ലേ? ഒത്തിരി ഹോസ്പിറ്റൽസ് നിലനിന്നിരുന്നു. എന്നാൽ നമ്മുടെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലെയുള്ള കോഴ്സുകൾക്ക് ഇത്രയധികം ഫെയിം, ഇത്രയധികം പോപ്പുലാരിറ്റി ആളുകൾ അറിയാൻ തുടങ്ങിയത് ഈ അടുത്ത കാലഘട്ടത്തിലാണ്, അല്ലെ? ബിക്കോസ് എന്താ, അപ്പൊ പണ്ട് കാലത്ത് ഹോസ്പിറ്റൽസിനെ ഒന്നും ആരും മാനേജ് ചെയ്തിരുന്നില്ലേ എന്നായിരിക്കും നമ്മുടെ ചോദ്യം. തീർച്ചയായിട്ടും മാനേജ് ചെയ്തിരുന്നു. ബിക്കോസ് അന്ന് അതാത് ഡിപ്പാർട്ട്മെന്റുകളെ മാനേജ് ചെയ്യാൻ അത്രയ്ക്ക് ആ ഒരു കാര്യങ്ങൾ അവിടെ നടന്നിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഡിപ്പാർട്ട്മെന്റുകൾ ഒരുപാട് വരുന്നത് ഹോസ്പിറ്റൽസിൽ. അവിടെ നടക്കുന്ന ഓരോ ഓപ്പറേഷൻസും ഡിസീസസിന്റെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലാബുകളുണ്ട്, ഫാർമസി ഉണ്ട്. അപ്പൊ ഇവിടെയൊക്കെ മാനേജ്മെന്റ് എന്ത് ചെയ്യണം? അവരുടെ മാത്രം കൈകളിൽ ഒതുങ്ങാൻ പറ്റില്ല. സോ ദ ഹോസ്പിറ്റൽ ആസ് എ ഹോൾ should be managed. ഈ ഹോസ്പിറ്റലിനെ മൊത്തത്തിൽ മാനേജ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഇന്ന് ഇത്ര പോപ്പുലാരിറ്റി ആളുകളുടെ ഇടയിൽ വന്നു തുടങ്ങിയത്. നിങ്ങളിപ്പോ ഏതെങ്കിലും യൂട്യൂബിലോ മറ്റൊക്കെ നമ്മൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും എന്താ പറയാ കൂടുതൽ പോപ്പുലാരിറ്റി നേടിയ, കുറച്ച് സ്കോപ്പ് കൂടുതലുള്ള കോഴ്സസ് ഏതാണെന്നൊക്കെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിൽ അതിൽ ഒരെണ്ണം നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണെന്ന് തോന്നും. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മാത്രമാണെന്നല്ല ഞാൻ പറയുന്നത്, വൺ എമംഗ് മെനി കോഴ്സസ്. കുറച്ച് ആ ലിസ്റ്റിൽ വരുന്ന കോഴ്സസിൽ ഒരെണ്ണമൊക്കെ നമുക്ക് ആരെ കാണാൻ പറ്റും, അല്ലെങ്കിൽ എന്തിനെ കാണാൻ പറ്റും? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കാണാൻ സാധിക്കും. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. അത്രയ്ക്ക് സ്കോപ്പ് ഉള്ള ഒരു എന്താ പറയാ കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ആഫ്റ്റർ ഓൾ, ഇനി ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈ പറയുന്ന ഒരു കോഴ്സ് ഇത്രയും അധികം ആളുകളിലേക്ക് എത്താൻ കൂടി മറ്റൊരു കാരണമുണ്ട്. നമുക്ക് +2 ലെവൽ നമുക്കറിയാം ഇതിന്റെ ഒരു യോഗ്യത, ക്വാളിഫിക്കേഷൻ എന്താണ്? നിങ്ങൾ ഏതൊരു ആർക്കും നമുക്ക് വേണം ഇതിൽ ചെയ്യാം. ബിക്കോസ് ഇതിനൊരു +2 ലെവൽ മാത്രമാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആവശ്യപ്പെടുന്നത്. ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അണ്ടർ ഗ്രാജുവേഷൻ കോഴ്സിന് നമുക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ, അതിനകത്തേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ യു മസ്റ്റ് ഹാവ് ഓൺലി എ +2 ലെവൽ ക്വാളിഫിക്കേഷൻ അറ്റ് എനി ലെവൽ. ഏത് ഇതിലെ വേണമെങ്കിലും ആകാം, സയൻസ് ആകാം, അല്ലെങ്കിൽ കൊമേഴ്സ് ആകാം, ഹ്യൂമാനിറ്റീസ് ആകാം, ഏതെങ്കിലും നിർബന്ധമൊന്നുമില്ല. പക്ഷെ പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നോ? നമുക്ക് ഹോസ്പിറ്റൽസിലൊക്കെ ജോലി കിട്ടണമെങ്കിൽ നമ്മൾ പണ്ട് കാലത്ത് എങ്ങനെയാ പഠിച്ചിരുന്നത്? യു ഹാവ് ടു സെലക്ട് ദ കോഴ്സ് വിച്ച് ഈസ് റിലേറ്റഡ് ടു സയൻസ്, അല്ലെ? സയൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എടുത്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഹോസ്പിറ്റൽസിൽ എന്താ പറയാ ഒരു ജോലിക്കാരനോ ഒരു ജോലിക്കാരിയോ ആയിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് കാലഘട്ടങ്ങൾ മാറി. അതുപോലെ തന്നെ വെറൈറ്റീസ് ഓഫ് കോഴ്സുകൾ ഏതൊക്കെ ആളുകളെ ഉൾപ്പെടുത്തി നമുക്ക് എന്താ പറയാ ഇതൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, അല്ലെ? സയൻസ് എടുത്തവർക്ക് മാത്രമല്ല, ഇപ്പൊ സയൻസ് എടുത്തവർക്ക് നേഴ്സും ഡോക്ടേഴ്സും ഒക്കെ ആയി മാറാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ നമ്മള്, അതായത് നമ്മള് കൊമേഴ്സ് എടുത്തവർക്ക്, ഹ്യൂമാനിറ്റീസ് എടുത്തവർക്ക് അവിടെ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്നാണോ? അല്ല. ഇന്നതൊക്കെ മാറി മറക്കും. ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഫെസിലിറ്റി, ഇങ്ങനെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലെയുള്ള കോഴ്സുകൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് സാധ്യതകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. സോ നമുക്കെന്നല്ല, ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിലില്ല, നിങ്ങൾക്ക് ഇനിയിപ്പോ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ബിക്കോസ് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു വരച്ച് വെച്ചിട്ടുണ്ടാവും, അല്ലെ? ഇന്നത് കഴിഞ്ഞാൽ വേഗം ഇന്നത്. ഇപ്പൊ +2 നമ്മൾ എടുക്കുന്നത് കൊമേഴ്സ് ആണെന്ന് വിചാരിക്കുക. കൊമേഴ്സ് എടുത്തു, അപ്പൊ +2 കൊമേഴ്സ് എടുത്തു, അതുകൊണ്ട് ഡിഗ്രിക്ക് പോകുമ്പോൾ ബികോം എടുക്കണം, അത് കഴിഞ്ഞാൽ എംകോം എടുക്കണം. അങ്ങനെ ഒരു വരച്ചിട്ടിട്ട് അതേ കുറിച്ച് ചാടി പോകലാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്നത്തെ കുട്ടികൾക്കും ഇന്ന് അത് എന്താ പറയാ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക്, അങ്ങനെയുള്ളവർക്ക് there are many opportunities. നിങ്ങൾക്ക് അത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് യു ക്യാൻ ഓൾസോ മേക്ക് ഔട്ട് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ത്രൂ സം മീഡിയാസ്. പല മീഡിയാസും നിങ്ങളിലേക്ക് അത് എത്തിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇന്നത്തെ കാലത്ത്, അല്ലെ? പണ്ട് ഈ പറഞ്ഞ സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല. എന്താണ് വാട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു ഇപ്പൊ ഉള്ളത്, അല്ലെ? അവർക്ക് ചൂസ് ചെയ്യാം. പക്ഷെ അങ്ങനെ പണ്ട് ക്വസ്റ്റ്യൻ മാർക്കില്ല. കാരണം ഞാൻ ഇന്നതല്ലേ പഠിച്ചേ, അപ്പൊ ഇതിന്റെ കണ്ടിന്യൂഷൻ ഇന്നതാണ് എന്ന് നമുക്ക് അറിയാം. അപ്പൊ അതേ സ്കോപ്പ് ഉള്ളൂ നമുക്ക്. ഓക്കെ, പക്ഷെ നിങ്ങളൊക്കെ അതില് എന്താണ് ഭാഗ്യവാന്മാരാണെന്ന് പറയാം, അല്ലെങ്കിൽ ഭാഗ്യവതികളാണ്. ബിക്കോസ് നിങ്ങൾക്ക് ഇന്ന് അതൊക്കെ അറിയാൻ, മനസ്സിലാക്കാൻ, സ്കോപ്പുകൾ മനസ്സിലാക്കി
ചൂസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഈസ് ഓപ്പൺ ടു യു, നിങ്ങളിൽ തുറന്നിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കോഴ്സുകളുടെ ഭാഗമാക്കാം. ആൻഡ് ഓൾസോ ബിക്കം എ പാർട്ട് ഓഫ് ദ ഹോസ്പിറ്റൽസ് ഓർ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിന്റെ ഒക്കെ ഒരു ഭാഗമാകാനും നിങ്ങൾക്ക് പറ്റുമെന്നുള്ളത് വലിയ ഒരു എന്താ പറയാ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ള ഒരു അവസരമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഓക്കെ, ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഇതിന്റെ പ്രധാനപ്പെട്ട എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത്. നമുക്കറിയാം ഇത് ഒരു ഗ്രോയിങ് ഡിമാൻഡ് ഫോർ ഹോസ്പിറ്റൽസിന്റെ ഗ്രോയിങ് ഡിമാൻഡും അതുപോലെ തന്നെ ഗ്രോയിങ് ഡിമാൻഡ് ഫോർ സ്കിൽഡ് പ്രൊഫഷണൽ ടു മാനേജ് ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും മാനേജ് ചെയ്യാൻ ആവശ്യം സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ കണ്ടെത്തുക, അതിന്റെ ഡിമാൻഡ് വർദ്ധിച്ചത് കൊണ്ടാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലുള്ള കോഴ്സ് ഇത്ര കണ്ട് വർദ്ധിക്കാൻ കാരണം അല്ലെ. കാരണം എന്താ, ഇത് അവരുടെ കൈകളിൽ ഏതെങ്കിലും ഓരോ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് മാത്രം മാനേജ് ചെയ്തതുകൊണ്ട് കാര്യമില്ല. ആസ് എ ഹോൾ ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള ആ ഒരു മാനേജ്മെന്റ്, അതിന്റെ ആവശ്യകതയാണ് അവിടെ വർദ്ധിച്ചത്. അതിന് സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് വേണം. നിങ്ങൾ ഇന്നത് മാനേജ് ചെയ്തോട്ടാ, അപ്പൊ ഇന്നത് കൂടി നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങളത് കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകും എന്ന് പറഞ്ഞ് ആരെങ്കിലും ഹോസ്പിറ്റലിനകത്ത് കാണുന്ന ഏതെങ്കിലും എംപ്ലോയീസിലോ വർക്കേഴ്സിലോ അത്തരം കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടും കാര്യമായില്ല. ഇതിനെല്ലാം കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് ഡിറക്ട് ചെയ്ത് അതിന്റെ കറക്റ്റ് ട്രാക്കിൽ കൂടി കൊണ്ടുപോകാൻ സ്കിൽഡ് വളരെയധികം പ്രാവീണ്യം നേടിയ പ്രൊഫഷണൽസ് തന്നെ വേണമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലെയുള്ള കോഴ്സുകൾ ഇന്ന് തുടങ്ങിയിരിക്കുന്നത്. അപ്പോ ആഫ്റ്റർ ബിക്കമിങ് എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, ഇറ്റ് ഈസ് നോട്ട് എ സിംഗിൾ ഡ്യൂട്ടി. It's a great difficult task to manage each and every operations of a hospital. നമ്മളെ പേരെടുക്കാൻ പോകുന്ന ദൗത്യം എന്ന് പറയുന്നത് വളരെ ചെറിയ കാര്യമൊന്നും അല്ല കേട്ടോ. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിന്റെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടവർക്ക് അവരുടെ ഡിപ്പാർട്ട്മെന്റ് മാത്രം നോക്കിയാൽ മതി. അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ എന്ത് നടക്കുന്നു, അതൊക്കെ സ്മൂത്ത് ആയിട്ട് നടക്കുന്നുണ്ടോ, അവിടുത്തെ മെഷീൻസ് ഒക്കെ ഓക്കെ ആണോ അല്ലെ, പേഷ്യൻസ് വരുമ്പോ അതെല്ലാം അവരെ പേഷ്യൻസിനെ നല്ല രീതിയിൽ അവരെ സെർവ് ചെയ്ത് വിടുന്നുണ്ടോ, അത്രയും കാര്യം മാത്രം നോക്കിയാൽ മതി. പക്ഷേ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയാൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, അതായത് ഹോസ്പിറ്റൽസിന്റെ OP ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്, IP ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് എംപ്ലോയീസ്, അവിടെയുള്ള ജോലിക്കാരെ മാനേജ് ചെയ്യണം. അത് ഇച്ചിരി പ്രശ്നം കൂടിയ കാര്യമാണ്. ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യാന്ന് പറയുന്നത്, ഫിനാൻസ്, അത്തരം കാര്യങ്ങളിലെ മാനേജ്മെന്റ് വേണം. ഓക്കെ, ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഹോസ്പിറ്റൽസിന്റെ റൂൾസ് റെഗുലേഷൻസ് ഇത് മാനേജ് ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. മാത്രമല്ല, ആൻഡ് ആഫ്റ്റർ ഓൾ ഇതിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണ്? to provide better treatment to the patients. ഇതെല്ലാം എന്താ കൊടുക്കുന്നത്? ഇതെല്ലാം നടത്തിക്കൊണ്ട് പോയി മാനേജ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ ഓർ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ടു ദ എംപ്ലോയീസ്. ഇവിടുന്ന് ഓരോ ഹോസ്പിറ്റൽസിൽ നിന്ന് പുറത്തിറങ്ങുന്ന പേഷ്യൻസ് വളരെ എന്താ പറയാ ചിരിച്ച് അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടെ സാറ്റിസ്ഫൈഡ് ആയിട്ട് പുറത്തിറങ്ങണം. അതിന് വേണ്ടിയുള്ള ബെറ്റർ ട്രീറ്റ്മെന്റ് വരെ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് വരെ നോക്കി മനസ്സിലാക്കി മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഡ്യൂട്ടിയാണ് നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു ഹോസ്പിറ്റലിൽ ഏതെങ്കിലും പേഷ്യന്റ് വന്നാൽ ഏതെങ്കിലും പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിലാണ് വരുന്നെങ്കിൽ ആ ഡോക്ടർക്ക് ആ പേഷ്യന്റിനെ നോക്കി മരുന്ന് കുറിക്കുക, പോയി മരുന്ന് മേടിച്ചോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടെസ്റ്റ് നടത്തണമെങ്കിൽ അത് പറയുക, അത് സജസ്റ്റ് ചെയ്യുക, പ്രിസ്ക്രൈബ് ചെയ്യുക മെഡിസിൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്, ഇന്ന മരുന്ന് ഇന്ന രീതിയിൽ കഴിക്കൂ എന്നൊക്കെ പറഞ്ഞ് മാത്രം വിട്ടാൽ മതി. പക്ഷെ നമ്മൾ വെറുതെ ഇരിക്കേണ്ടതല്ല, നമുക്ക് വെറുതെ ഇരിക്കാൻ സമയവും ഉണ്ടാവില്ല. അവിടെ നമ്മൾ ഇങ്ങനെ ഓൾറൗണ്ടർ ആയിട്ട് ഇങ്ങനെ കറങ്ങേണ്ടവരാണ്. അതുകൊണ്ട് നമ്മൾ അത്രയും എന്തായിരിക്കണം? വളരെ എനർജറ്റിക് ആയിരിക്കണം, സ്മാർട്ട് ആയിരിക്കണം. എവിടെയെങ്കിലും ഒതുക്കി പോയി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഒക്കെ പഠിച്ചു, അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു, നമ്മൾ അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി, ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും ഒരു മൂലക്കിൽ പോയിട്ട് എന്താ ചെയ്യാൻ പറ്റും? പറ്റും ഏതെങ്കിലും മൂലക്കിൽ പോയിട്ട് നമുക്ക് അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കി വീക്ഷിക്കാം എന്നാണോ? അല്ല, നമ്മൾ എപ്പോഴും ഇങ്ങനെ ചാടി സ്പ്രിങ്ങിൽ നിൽക്കണ പോലെ നിന്ന് ജോലികൾ ചെയ്യേണ്ടവരാണ്. നമ്മൾ ഒതുങ്ങി ഇരിക്കേണ്ടവരല്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, കുറച്ചു നാളൊക്കെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഒതുങ്ങിയൊക്കെ ഇരുന്നിട്ടുണ്ടാകും. പക്ഷെ പുറത്തേക്ക് വരേണ്ട സമയമായി, അല്ലെങ്കിൽ നമ്മൾ നമ്മളുടേതായ രീതിയിൽ ആക്ട് ചെയ്യേണ്ട സമയമായി, നമ്മളുടേതായ പൊട്ടൻഷ്യൽ പുറത്തേക്ക് കൊണ്ടുവരേണ്ട സമയമായി. അതിന് വേണ്ടിയിട്ടുള്ള ഒരു വഴി ഇങ്ങനെ തുറന്നതായിരിക്കാം ചിലപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ കോഴ്സിലൂടെ. ഓക്കെ, സോ ബി എനർജറ്റിക് ആൻഡ് ഓൾസോ ബി ഓപ്റ്റിമിസ്റ്റിക്. എപ്പോഴും നമ്മൾ ഓപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം അല്ലെ, ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കണം. ഈ
കോഴ്സ് തുടക്കം തന്നെ എന്താ പറയാ, ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ, സാധിക്കുമോ, ഇത് എങ്ങനെയാണോ, ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ പറയാ, ഇതൊക്കെ എന്റെ തന്നെ കയറുമോ എന്നൊന്നും വിചാരിക്കരുത്. ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റും എന്ന് മാത്രം ചിന്തിക്കുക. എല്ലാം നമ്മളങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, കുറച്ചൊക്കെ അതിന് വേണ്ടി പ്രയത്നിക്കുകയും വേണം അല്ലെ. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാനാണെങ്കിൽ അത് എളുപ്പം ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യം കൊണ്ടൊന്നും ചിലപ്പോൾ ശരിയാവില്ല. അപ്പൊ നമ്മളത് പതിയെ ചിലപ്പോൾ ചില ആളുകൾ ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നവരില് കുറച്ച് എന്താ പറയാ ഗ്യാപ്പായിട്ട് ഒരു കോഴ്സ് പഠിക്കാനായിട്ട് ഇപ്പൊ കുറെ നാൾ മുമ്പ് പഠിച്ചതാ, ഇപ്പൊ ഇനി ഇത് എന്നെ കൊണ്ടൊക്കെ പറ്റുമോ. ഒത്തിരി കുട്ടികൾ നമ്മളുടെ 15th batch ആണ് ഞങ്ങളുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ. ഓക്കെ, അപ്പൊ ആ 15th batch ആയിട്ട് നിൽക്കുമ്പോൾ അതിന് മുമ്പ് ഒരുപാട് ബാച്ചസ് ഒക്കെ കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് പേര് അങ്ങനെയുള്ളവർ ഡിസ്റ്റന്റ് ആയിട്ട് പഠിച്ച് കുറച്ച് ഗ്യാപ്പൊക്കെ വന്നവരൊക്കെ ഉണ്ട്. അവരൊക്കെ വളരെ ഹാപ്പി ആയിട്ടൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, പഠിച്ചു തീർന്ന ബാച്ചസും ഉണ്ട്. ഓക്കെ, അപ്പൊ അതുപോലെ ആയിരിക്കണം നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഊർജം, ആ ഒരു എനർജി നമ്മുടെ ലക്ഷ്യത്തിലാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് എന്തായാലും ഒരു ഹോസ്പിറ്റലിൽ ഞാൻ കയറിയേ പറ്റൂ എന്നുള്ള ആ ഒരു ചിന്ത എപ്പോഴും ഉണ്ടെങ്കിലും നമുക്കത് സാധിക്കുകയും ചെയ്യും. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദ സ്കോപ്പ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? ഈ ഒരു കോഴ്സിന്റെ സ്കോപ്പ് എന്താണ്? യു മേ ഗെറ്റ് ഓപ്പർച്യൂണിറ്റീസ് ടു സെർവ് എ ഹോസ്പിറ്റൽ ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ആൻ അഡീഷണൽ എഡ്യൂക്കേഷൻ. നമുക്കറിയാം, നമ്മൾ എന്ത് കോഴ്സ് പഠിക്കുമ്പോഴും ആ ഒരു കോഴ്സ് നമ്മളുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കൂടെ ഒരു ക്വാളിഫിക്കേഷൻ കൂടി ആഡ് ഓൺ ചെയ്യാൻ സാധിക്കും അല്ലെ. ഒരു കോഴ്സ് ഇന്ന കാര്യം അത് ഞാൻ പഠിച്ചു എന്ന് പറയാം. ഞാൻ 10ാം ക്ലാസ് പഠിച്ചു, 12ാം ക്ലാസ് പഠിച്ചു, ഡിഗ്രി പഠിച്ചു. അതുപോലെ നമ്മുടെ എഡ്യൂക്കേഷനോട് കൂടെ ഒപ്പം ചേർത്ത് വെക്കാൻ, നമ്മുടെ ക്വാളിഫിക്കേഷന്റെ ഒപ്പം ചേർത്ത് ഒരു പടി ഉയർത്താൻ നമുക്ക് ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന കോഴ്സ് കൊണ്ട് സാധിക്കും. മാത്രമല്ല, ആഫ്റ്റർ ഓൾ യു ക്യാൻ സെർവ് ഹോസ്പിറ്റൽസ് ഓർ ഹെൽത്ത് കെയർ സിസ്റ്റംസ് ആൻഡ് ഓൾസോ യു ക്യാൻ ensure, you have to make it ensure, or you have to make sure that the hospitals are providing or facilitating quality services to its patients by adopting cost effective way എന്നുകൂടി ഉണ്ട് അതിനകത്ത്. ദാറ്റ് മീൻസ് അതായത് ഒരു ഹോസ്പിറ്റലില് നമ്മൾക്ക് കിട്ടുന്ന ഒരു വിദ്യാഭ്യാസ യോഗ്യതയോടൊപ്പം ചേർക്കാൻ പറ്റുന്നു എന്നുള്ളത് മാത്രമല്ല, ഇത് കൂടി പഠിച്ചു, ഇത്ര ഉള്ള ഇതിനകത്ത് കാര്യം, ഇതിന് വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെട്ടെ, വെറുതെ കുറച്ച് നാളൊക്കെ എത്ര നാളായി പഠിക്കുന്നു, പഠിത്തമൊക്കെ കഴിഞ്ഞ് എവിടെയെങ്കിലും ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ പറഞ്ഞപ്പോഴാണ് മറ്റൊരു കോഴ്സ് എന്നിട്ട് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനൊപ്പം ചേർക്കാനേ പറ്റുള്ളൂ എന്ന് ടീച്ചർ പറഞ്ഞതില് അയ്യോ അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഇല്ല, അതിനോടൊപ്പം തന്നെ പ്ലസ് നമ്മൾ എന്തറിവ് നേടുന്നതും ചില്ലറ എന്താ പറയാ ചെറുതല്ല. എല്ലാം നമുക്ക് ഓരോ ദിവസവും ബിക്കം സ്റ്റുഡന്റ് അല്ലെ. നമ്മൾ ഓരോ ദിവസവും ഓരോ സ്റ്റുഡൻസ് ആണ്. കാരണം എന്താ, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുന്നുണ്ട് അല്ലെ. എല്ലാവരും എന്തെങ്കിലുമൊക്കെ അറിവ് നേടിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ ഒരു രീതിയിൽ നമ്മളെല്ലാം വിദ്യാർത്ഥികളാണ്. പല രീതിയിലും നമ്മൾ പല ആളുകളിൽ നിന്ന് അല്ലെ, പ്രകൃതിയിൽ നിന്ന്, എക്സ്പീരിയൻസിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. സോ ഒരാൾ കംപ്ലീറ്റ് ആയിട്ടുള്ള അറിവ് നേടിയ ഈ ലോകത്ത് ആരും തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല. കംപ്ലീറ്റ് അറിവ് എന്ന് വെച്ചാൽ എല്ലാം ഈ ഭൂമിക്ക് താഴെയുള്ള ആകാശത്തിന് താഴെയുള്ള എന്തിനെ കുറിച്ചും എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റിയവരാരും തന്നെ ഉണ്ടാവണമെന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ കിട്ടുന്ന ഓരോ അറിവുകളും നമുക്ക് അറിവ് തന്നെയാണ്. അപ്പൊ അത് ചെയ്യാനും പ്ലസ് അതിന്റെ ഒപ്പം തന്നെ യു ക്യാൻ സെർവ് എ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഒരു സേവനം നമുക്ക് കൊടുക്കാം, നമ്മളുടേതായ കഴിവുകൾ, സേവനങ്ങൾ അവിടെ സമർപ്പിക്കാം. അങ്ങനെ അത് സമർപ്പിക്കുന്നത് ഏത് രീതിയിലാണ്? ബൈ മേക്കിംഗ് ഷുവർ, ബൈ എൻഷുവറിംഗ്, ഉറപ്പുകൊടുക്കലാണ്. എങ്ങനെ? ഈ ഹോസ്പിറ്റൽസ് എല്ലാം തന്നെ അവിടുന്ന് വരുന്ന പേഷ്യൻസിന് എല്ലാം തരത്തിലുള്ള ക്വാളിറ്റി സർവീസസ്, ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അത് പ്രൊവൈഡ് ചെയ്യുന്നത് ബൈ അഡോപ്റ്റിംഗ് കോസ്റ്റ് ഇഫക്റ്റീവ് വേ, വളരെ ചെലവ് ചുരുങ്ങിയ രീതിയിലാണ് അവർക്ക് ആ സേവനങ്ങൾ ലഭ്യമാക്കുന്നത് എന്നുള്ളത് കൂടി ഉറപ്പുവരുത്തണം. ഇതൊക്കെ ഉറപ്പുവരുത്താനുള്ള ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. അപ്പൊ അതാണ് അതിന്റെ സ്കോപ്പ്. മനസ്സിലായോ? അപ്പൊ ഹോസ്പിറ്റലിൽ വെറുതെ എന്തെങ്കിലും ജോലി ചെയ്താൽ മാത്രം പോരാ. ആ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടുന്നുണ്ടോ? ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കാം. ആ കാശുകളുടെ കുമ്പാരം ഇങ്ങനെ കെട്ടിക്കെട്ടി വെച്ചാൽ മാത്രമേ ഞങ്ങൾ ബെറ്റർ സർവീസ് കൊടുക്കുള്ളൂ, ബെറ്റർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുള്ളൂ എന്നുള്ളതല്ല. ബൈ അഡോപ്റ്റിംഗ് കോസ്റ്റ് ഇഫക്റ്റീവ്, വളരെ ചുരുങ്ങിയ ചെലവില്, അതായത് പേഷ്യൻസിന്റെ കഴുത്തറുത്ത് അവരെ പിടിച്ചു നിർത്തി അവരിൽ നിന്ന് ഏത് രീതിയിലും അവരുടെ കയ്യിൽ നിന്ന് പൈസ ഈടാക്കുന്നത് മാത്രമായിരിക്കും ഹോസ്പിറ്റൽസിന്റെ ലക്ഷ്യം. അപ്പൊ അത് രണ്ടും മാനേജ് ചെയ്ത് കൃത്യമായ രീതിയിൽ കൊണ്ടുപോകുമ്പോഴാണ് നാളെയും മറ്റ് പേഷ്യൻസിന് നമുക്ക് കിട്ടുള്ളൂ. ആ ഹോസ്പിറ്റൽ പേര് പോയി ഞാനില്ല അങ്ങോട്ട്, ബിക്കോസ് അവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് എന്ന് ചില ആളുകൾ പറയുന്നത് കേൾക്കും അല്ലെ.
അതൊന്നും പാടില്ല ഈ പറയുന്ന രീതിയിൽ. അപ്പൊ രണ്ട് വേണം, നമുക്ക് ഹോസ്പിറ്റൽസ് നിലനിൽക്കുകയും വേണം, അറ്റ് ദ സെയിം ടൈം വി ഹാവ് ടു പ്രൊവൈഡ് ബെറ്റർ ട്രീറ്റ്മെന്റ് ടു ദ പേഷ്യൻസിന് ക്വാളിറ്റി ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുകയും വേണം. ഇതൊക്കെ ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യേണ്ടവരാണ് ആര്? നമ്മൾ മീൻസ് you people, that means those who are going to learn this course, ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്തിരിക്കുന്ന നിങ്ങൾ അതെല്ലാം മേക്ക് ഷുവർ ചെയ്യേണ്ടതാണ്. അപ്പൊ അതിനുള്ള ശക്തി ഈ പഠനം, ഈ ഒരു 6 months കോഴ്സ് നിങ്ങൾ പഠിക്കുന്നില്ലേ, അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രെങ്ത്, എനർജി, സ്മാർട്ട്നെസ് ഒക്കെ നിങ്ങൾ ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കണം ഡേ ബൈ ഡേ. ഓരോ ദിവസവും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്വയം പ്രിപ്പയർഡ് ആകുകയും വേണം. വെറുതെ നമ്മൾ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം മാത്രം പഠിച്ചത് പോരാ, ഇല്ലേ, പഠിക്കുകയും വേണം. പ്രാക്ടിക്കൽ ആയിട്ട് അത് എനിക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ടേക്ക് നീങ്ങാൻ. ഈച്ച് ആൻഡ് എവറി ഓരോ ദിവസവും ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും അത് ആ രീതിയിൽ വേണം അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഓക്കെ, then who are hospital administrators? ആരാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പൊ നമ്മൾ ചില്ലറക്കാരല്ല കേട്ടോ. ഹോസ്പിറ്റൽസിലെ ഹ്യൂമൻ റിസോഴ്സസ്, ലോ ആൻഡ് ഓർഡേഴ്സ്, അവിടുത്തെ നിയമങ്ങൾ, മറ്റു കാര്യങ്ങൾ, ഫിനാൻഷ്യൽ ആസ്പെക്ട്സ്, ഇതെല്ലാം തന്നെ ഷുഡ് ബി പ്ലാൻഡ് ആൻഡ് ഡിറക്റ്റഡ്. അതെല്ലാം നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് ഡിറക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. സോ ഇറ്റ് നീഡ്സ്, ആ പ്ലാനിങ്ങിനും ഡിറക്ഷൻസിനും ഇറ്റ് നീഡ്സ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓർ എ ഗ്രൂപ്പ് ഓഫ് വർക്ക് ഫോഴ്സ് ഹു ഈസ് termed as hospital administrators. അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് വിളിക്കുക. അപ്പൊ ഹോസ്പിറ്റൽസിന്റെ ലോ ആൻഡ് ഓർഡേഴ്സ്, ഫിനാൻഷ്യൽ ആസ്പെക്ട്, അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സസ്, മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ, ഇതെല്ലാം കൃത്യമായി മാനേജ് ചെയ്ത് ഡിറക്ട് ചെയ്യേണ്ട ഒരു വർക്ക് ഫോഴ്സ് അത്യാവശ്യമാണ് എങ്കിൽ ആ വർക്ക് ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹ്യൂമൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ചോദിച്ചത് അവർക്ക് പറ്റുമെന്നാണോ ചോദിക്കുന്നത്? അവർക്ക് പറ്റുമെന്നാണോ ഫഹദ്? ഐ തിങ്ക് സോ, എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. തീർച്ചയായിട്ടും പറ്റും. വൈ നോട്ട്? എന്തുകൊണ്ട് പറ്റില്ല? ബിക്കോസ് ഇത് നമ്മളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നത് ആണ്. ഓക്കെ, എന്ത് മനസ്സിലായില്ല എന്നാ പറഞ്ഞ മുഹമ്മദ്? എനിക്ക് മനസ്സിലായില്ല. എന്താണോ ഞാൻ പറഞ്ഞത് മനസ്സിലായിരുന്നു? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് വെച്ചാൽ ആരാണെന്ന്. ഒരു ഹോസ്പിറ്റൽസിന്റെ ഹ്യൂമൻ റിസോഴ്സസ്, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, ലോ ആൻഡ് ഓർഡേഴ്സ് ഷുഡ് ബി ഡിറക്റ്റഡ് ആൻഡ് മാനേജ്ഡ് ബൈ എ വർക്ക് ഫോഴ്സ്. ഈ പറയുന്ന ഒരു ഹോസ്പിറ്റലിന്റെ ഹ്യൂമൻ റിസോഴ്സ് ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ ആസ്പെക്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവിടുത്തെ നിയമങ്ങളും മറ്റു കാര്യങ്ങളായിക്കോട്ടെ, മറ്റു ഡിപ്പാർട്ട്മെന്റുകളായിക്കോട്ടെ, ഇതെല്ലാം മാനേജ് ചെയ്ത് കൃത്യമായ രീതിയിൽ ഡിറക്ട് ചെയ്ത് കൊണ്ടുപോകണമെന്ന് മുന്നോട്ട്. അതിന് ഒരു വ്യക്തിയെ കൊണ്ട് സാധിക്കില്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആവശ്യമാണ് ഇതെല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ. ആ വർക്ക് ഫോഴ്സിനെയാണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? മനസ്സിലായോ മുഹമ്മദ്? മനസ്സിലായല്ലോ? യെസ്, ഓക്കെ. ദെൻ ഇനി എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്? അണ്ടർ ഗ്രാജുവേഷൻ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നമുക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ +2 ലെവൽ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഒരു +2 ലെവൽ ഡിഗ്രി ഉള്ളവർക്കും എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്താ പറയാ, ഒരു +2 ലെവൽ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ അത്രയും നമുക്കറിയാം. ഇന്ന് +2 ലെവലാണ് ബേസിക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ലെ? അതുണ്ടെങ്കിൽ തന്നെ നമുക്ക് വി ക്യാൻ ബിക്കം എ പാർട്ട് ഓഫ് ഹോസ്പിറ്റലിന്റെ ഭാഗമാകാൻ സാധിക്കും. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 സയൻസ് ഒന്നും എടുത്ത് പഠിച്ചത് കൊണ്ട് മാത്രം ഹോസ്പിറ്റലിൽ പോയി ജോലി ചെയ്യാൻ പറ്റില്ല. ഇന്ന് എന്താണ് BSc അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കണം അല്ലെ? ഇന്ന് നമുക്കൊരു +2 ഉണ്ടെങ്കിൽ ഹോസ്പിറ്റൽ പോലെയുള്ള ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഭാഗമാകാൻ സാധിക്കും എന്നുള്ളതാണ്. ആൻഡ് ഫോർ ദാറ്റ് പർപ്പസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇസ് ദ ബെസ്റ്റ് ചോയ്സ് ഫോർ യു. അത് നിങ്ങൾക്ക് ഹോസ്പിറ്റലിന്റെ ഇതുപോലെയുള്ള ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഭാഗമാകാൻ ഇഫ് യു വിഷ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബെസ്റ്റ് ചോയ്സ് ആണ്. ആൻഡ് യു വിൽ ഗെറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഹോസ്പിറ്റൽസ് ആൻഡ് ഓൾസോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രീസ്. ഈ പറയുന്ന ആരോഗ്യ സംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വിവിധ ഇൻഡസ്ട്രീസ് ഉണ്ട് കേട്ടോ, വിവിധ ഓർഗനൈസേഷൻസ് ഉണ്ട്. അവിടെയോ ഹോസ്പിറ്റൽസിലോ ഒക്കെ നമുക്ക് ഭാഗമാകാൻ സാധിക്കും എന്നുള്ളതാണ് ഇത് മറ്റൊരു കാര്യം. ഓക്കെ, ഇനി എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ചെയ്യേണ്ടത്? വാട്ട് ഈസ് ദ റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ?
See, after completing your diploma course or your PG, you will become a skilled professional in managing, directing, scheduling, coordinating different aspects of hospital. Hospital vivida കാര്യങ്ങൾ manage ചെയ്യാനും direct ചെയ്യാനും schedule ചെയ്യാനും coordinate ചെയ്യാനും നമ്മൾ ആരായി തീരും skilled ആയിട്ടുള്ള professionals ആയിട്ട് തീരും. And also by with this qualification, your qualification you can also ensure smooth functioning of different departments in a hospital and also the management of hospital as a whole. Okay, appo adinu vedite ningalku hospitals ne manage cheyanum adinu vedittulla skilled ആയിട്ടുള്ള professionals ആയിട്ട് മാറും. hospitals ന്റെ ഒരു എന്താ പറയാ smooth functioning ന് അതിന്റെ various departments നെയൊക്കെ manage ചെയ്തു കൊണ്ടുപോകാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ റോൾ. അങ്ങനെ ആയിരിക്കണം നമ്മളുടെ റോൾ. അതാണ് മാനേജ്മെന്റ് ആണ് കൂടുതൽ. ഓക്കെ, മാനേജ്മെന്റ് പ്രൊസീജിയേഴ്സ് ആണ് നമ്മുടെ കയ്യിൽ. അത് ഏത് ഭാഗത്താണെന്ന് പറയാൻ പറ്റില്ല. ഹോസ്പിറ്റലിന്റെ എന്താ പറയാ, നമുക്കറിയില്ലേ മാനേജ് ചെയ്യാന്ന് പറഞ്ഞല്ലേ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയോ? ഒരു ബേർഡ് ഐ വ്യൂ പോലെയാണ്. ബേർഡ് ഐ വ്യൂ എന്ന് കേട്ടിട്ടുണ്ടോ? ബേർഡ് ഐ വ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ബേർഡിന്റെ പ്രത്യേകത എന്താ? ഇങ്ങനെ ആകാശത്തായിരിക്കും അത് പകർന്നെടുക്കുക അല്ലെ. സോ ഇറ്റ് ക്യാൻ സീ below it whatever things are going on. ഒരു പക്ഷിക്ക് പറന്ന് മുകളിൽ നിൽക്കുമ്പോൾ അതിന്റെ താഴെയുള്ളതെല്ലാം കാണാൻ പറ്റും അല്ലെ. താഴെ എന്തൊക്കെ നടക്കുന്നു അതൊക്കെ അതിന്റെ ഒരു ഫുൾ എന്താ പറയാ വിഡ്ത്തിൽ അതിനൊരു വ്യൂ അതിന് കിട്ടും. അതുപോലെ നമ്മളൊരു ഹോസ്പിറ്റലിന്റെ മുകളിൽ നിൽക്കുമ്പോൾ ആ ഹോസ്പിറ്റലിനെ മൊത്തത്തിലും മാനേജ് ചെയ്യണം. ഹോസ്പിറ്റലിന്റെ കെട്ടിടം മാനേജ് ചെയ്യുന്ന കാര്യമില്ല കേട്ടോ. ഓക്കെ, അതിന്റെ അകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ വീക്ഷിക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ മാത്രം ഡ്യൂട്ടിയാണ്. ഓക്കെ, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അവരവരുടേതായ രീതിയിൽ അവർ മാനേജ് ചെയ്തോളും. പക്ഷെ കിട്ടും ഓക്കെ, അപ്പൊ അതൊക്കെ ചെയ്യും. പക്ഷെ അതുകൂടാതെ ഇതെല്ലാം മാനേജ് ചെയ്യേണ്ട ആൾക്കാരാണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഓക്കെ, then where are the job opportunities? നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എവിടെയൊക്കെയാണെന്നാണ് നമ്മൾ വിചാരിക്കും. ഹോസ്പിറ്റൽസിൽ മാത്രമാണെന്ന്. ഹോസ്പിറ്റൽസിൽ മാത്രമല്ല, നമ്മളുടെ ഇൻസൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് അകത്തും അബ്രോഡിലൊക്കെ ഇതിന് ജോലി സാധ്യതകളുണ്ട്. ഐ തിങ്ക് അബ്രോഡിലൊക്കെ ഒത്തിരി സാധ്യതകളുണ്ട്. ഇവിടെ ജോയിൻ ചെയ്ത് പഠിച്ചവര് ഒരുപാട് പേര് പുറത്തൊക്കെ പോയി ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടൊക്കെ പഠിച്ചവരൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇൻസൈഡ് ഔട്ട്സൈഡ് നമുക്ക് കൺട്രീസിലൊക്കെ എന്താണ് ഈ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺഡ് ആണ്. അപ്പൊ നമ്മൾ അത് സാധ്യമാക്കി എടുക്കുക എന്നുള്ളത് നമ്മുടെ കഴിവാണ് അല്ലെ. എന്ത് കോഴ്സ് പഠിച്ചു കഴിയുമ്പോഴും ആ കോഴ്സ് അപ്പൊ തന്നെ നമുക്ക് ജോലി കിട്ടുന്നതല്ല. സോ അതിനപ്പുറം നമ്മൾ പഠിക്കുന്ന സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ള ലക്ഷ്യത്തോടൊപ്പം തന്നെ നമുക്ക് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് എന്ത്, അത് എങ്ങനെയെങ്കിലും അതൊരു ജോലിയായി എന്റെ കയ്യിലേക്ക് കിട്ടണം. അത് നേടിയെടുക്കാനുള്ളത് നമ്മുടെ ഉള്ളിൽ നിന്ന് കുറെയൊക്കെ വരണം അല്ലെ. ഏത് ജോലിക്കും അതിൻ്റെതായ ഇതുണ്ട്. അപ്പൊ ഹോസ്പിറ്റൽസിൽ ഒരു ഭാഗമാകാനായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒത്തിരി പരിശ്രമിക്കണം. അതിലൂടെ നമ്മൾ എന്താ പറയാ മെനക്കെടണം എന്ന് പറയാം നമുക്ക്. ഇനി എവിടെയൊക്കെയാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്? ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിൽ പല ക്ലിനിക്സ് ഒക്കെ ഉണ്ട്. ഇന്ന് ഒരുപാട് ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ നമുക്ക് വർക്ക് ചെയ്യാം. പബ്ലിക് ഹെൽത്ത് ഏജൻസീസിൽ, ഗവൺമെന്റ് ഹെൽത്ത് സർവീസസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഇന്ന് എന്താ പറയാ ഇത്തരം അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ആവശ്യമുള്ള ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ്, മെഡിക്കൽ ഹെൽത്ത് ഫെസിലിറ്റീസ്, ഇന്റർനാഷണൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ്, rehabilitation centers and also private nursing homes. ഇതുപോലുള്ള പ്രൈവറ്റ് നഴ്സിംഗ് ഹോംസ് ഒക്കെ നമ്മുടെ പുറത്തെ അബ്രോഡൊക്കെ ഒരുപാടുണ്ട്. അതായത് വിദേശത്തൊക്കെ എന്താ പറയാ വേറെ ഏതെങ്കിലുമൊക്കെ ജോലികൾ എൻഗേജ് ആയിരിക്കുന്ന മക്കൾ തങ്ങളുടെ എന്താ പറയാ പാരന്റ്സോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് സ്വന്തമായിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഒരുപാട് നഴ്സിംഗ് ഹോംസ് അവിടെ ഉണ്ട്. അവിടെ പൈസയും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവിടെ അവരെ ചിലപ്പോ ഒത്തിരി ബെഡ് റിഡൻ ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരെയൊക്കെ നോക്കാനുള്ള ഹോമുകൾ പോലെയൊക്കെ ഉണ്ട്. അപ്പൊ അത്തരം സെന്റേഴ്സിലൊക്കെ നമുക്ക് ഇന്ന് ഈ പറയുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഒരു സേവനം സർവീസ് ആവശ്യമുള്ള മേഖലകളാണ്. സോ ഈ പറയുന്ന മേഖലകളിലൊക്കെ ഉണ്ട് നമുക്ക് സാധ്യതകൾ. വൺസ് അഗൈൻ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ്, പബ്ലിക് ഹെൽത്ത് ഏജൻസീസ്, ഗവൺമെന്റ് ഹെൽത്ത് സർവീസസ്, educational institutions, health insurance companies, medical health facilities, international healthcare organizations, rehabilitation centers and private nursing homes. Okay, ഇതൊക്കെ ഇതിന്റെയൊക്കെ നമുക്ക് ജോലി സാധ്യതകൾ ഉറപ്പു തരുന്ന കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആഫ്റ്റർ ഓൾ ഇതെല്ലാം കണ്ടെത്തേണ്ടത് ഇറ്റ്സ് അവർ
ഡ്യൂട്ടി, നമ്മുടെ കടമയായിരിക്കണം, നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. ഇത് കോഴ്സ് പഠിച്ചിട്ട് സർട്ടിഫിക്കറ്റ് എവിടെയെങ്കിലും ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൂടി ആഡ് ഓൺ ചെയ്യാമെന്ന് ടീച്ചർ പറഞ്ഞതുകൊണ്ട് അതുകൂടി അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ട് വെച്ച് പോരാ. അതിന്റെ കൂടെ ഞാൻ മറ്റൊരു സെന്റൻസ് കൂടി പറഞ്ഞിരുന്നു, അത് ആഡ് ഓൺ ചെയ്യാം. നമുക്ക് ഒരു അറിവും നിസ്സാരമല്ല. ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ അറിവ് ആയിട്ട് നേടുമ്പോൾ അതൊന്നും നമ്മൾ എന്താ പറയാ വളരെ ചെറുത് അല്ലെങ്കിൽ അതിനെ വളരെ സിമ്പിൾ ആയിട്ട് അങ്ങനെ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. നമ്മൾ പഠിച്ചെടുത്തത് ഷുഡ് ബി പ്രാക്ടിക്കലി നമുക്കത് എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണമെങ്കിൽ വി ഷുഡ് ട്രൈ ഫോർ ഇറ്റ് അല്ലെ. നമ്മൾ തീർച്ചയായിട്ടും അതിന് വേണ്ടി ട്രൈ ചെയ്യണം, തീർച്ചയായിട്ടും നല്ല രീതിയിൽ പരിശ്രമിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് പറ്റണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ആൻഡ് വാട്ട് അബൌട്ട് ദ സാലറി ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? ഇത്തരം കോഴ്സുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിന്റെ ഒരു സാലറിനെ കുറിച്ച് ചിലപ്പോ അറിയാനായിട്ടൊക്കെ എന്താ പറയാ ഓക്കെ. അപ്പൊ സാലറിയെ കുറിച്ചിട്ടൊക്കെ നമുക്ക് അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടായിരിക്കും. ഇതിന്റെ സാലറി ബിഗിൻസ് ഫ്രം 10,000 ടു അബൌട്ട് റേഞ്ച് 10 to 20,000 വരെ സാലറി ഓഫർ ചെയ്യുന്ന എന്താ പറയാ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓർഗനൈസേഷൻസ്, അതുപോലെ ഹെൽത്ത് കെയർ സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. പെർ മന്ത് ആണ് കേട്ടോ. ഇനി ഗവൺമെന്റ് ആണെങ്കിൽ ഓഫർ ചെയ്തത് 30,000 to 40,000 പെർ മന്ത് ആണ്. 30 മുതൽ 40,000 വരെ ശമ്പളം ഓഫർ ചെയ്യുന്ന ഗവൺമെന്റ് സാലറിയും അങ്ങനെയാണ്. ഓക്കെ, അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിലൊക്കെ ആണെങ്കിൽ 10,000 to 20,000 ഒക്കെയാണ്. നമ്മുടെ നാട്ടിലാണ് പറഞ്ഞത്. ഇനി പുറം രാജ്യങ്ങളിലാവുമ്പോൾ ഒത്തിരി വേറെ സാലറിയുടെ ആ ഒരു ഇതിലൊക്കെ റേഞ്ചൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഈ പറയുന്ന 6 months കോഴ്സാണ് നമ്മൾ പഠിക്കുന്നതെങ്കിലും അത്രയും ചെറിയ ഒരു എന്താ പറയാ പീരീഡിനോട് നമ്മൾ സ്വന്തമാക്കിയ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അത്ര നിസ്സാരവുമല്ല. നമുക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളും ചെറുതല്ല. ആൻഡ് നമുക്ക് ഇത്രയും എന്താ പറയാ ഒരു സാലറിയിൽ നമുക്ക് നമ്മളുടേതായ ഇൻഡിപെൻഡന്റ് ആകാൻ അല്ലെ, നമുക്ക് ഇൻഡിപെൻഡന്റ് ആകാൻ അല്ലെ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും. അതിന് ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഫെസിലിറ്റി കൂടി ഉണ്ടെന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതിനെല്ലാം വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. നമ്മളുടേതായ ഭാഗത്തുനിന്ന് നമ്മളുടേതായ എനർജിയും മറ്റു കാര്യങ്ങളും ഔട്ട്പുട്ടായിട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ ഇതെല്ലാം നമ്മൾ അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ച് അപ്പൊ തന്നെ എല്ലാവരും വന്നോ, കോഴ്സ് കഴിഞ്ഞവർക്ക് ജോലി തരാമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഏതെങ്കിലും കോഴ്സുകൾ അങ്ങനെ ജോലി കൊടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ബിക്കോസ് എന്താ, ഇത് മാക്സിമം നമ്മുടെ കഴിവാണ്. ഇന്നേ ഞാൻ ഇപ്പൊ അത് പറയുമ്പോ കുട്ടികളോട് ഇപ്പോഴും കുട്ടികൾ മീൻസ് വലിയ വലിയ പിള്ളേരൊക്കെ ഉണ്ട്, അവരോടൊക്കെ ഞാൻ പറയുന്ന കാര്യമാണ്, ഏത് കോഴ്സ് പഠിച്ചു കഴിയുമ്പോഴും ആ കോഴ്സ് പഠിച്ചതിൽ നീ എത്ര മാർക്ക് നേടി എന്നുള്ളതിലല്ല കാര്യം. പണ്ടൊക്കെ എന്താ പറയാ വാല്യൂ ചെയ്തിരുന്നത്, അസസ് ചെയ്തിരുന്നത് കുട്ടികളുടെ എന്താ പറയാ ക്ലാസ്സുകളിൽ അവര് കിട്ടിയ മാർക്കുകളൊക്കെ നോക്കിയിട്ടാണ്. പക്ഷെ ഇന്നതല്ല, അതിനേക്കാളും ഉപരി ഹൗ എനർജറ്റിക് വി ആർ, എത്ര സ്മാർട്ട്നെസ് ഉണ്ട്, ഹൗ വി ആർ വില്ലിംഗ് ടു ഗെറ്റ് സച്ച് പർട്ടിക്കുലർ ജോബ്. ആ ഒരു ജോബ് നേടാൻ നമ്മൾ എത്രത്തോളം അതിയെ ആഗ്രഹിക്കുന്നു അല്ലെ, അത്തരം കുറെ ഫാക്ടേഴ്സ് കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഒരാൾക്ക് എന്തെങ്കിലും ജോലി കിട്ടുക. ഓക്കെ, അപ്പൊ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീണ്ടും നമ്മൾ ചാടി നിൽക്കും. ഓക്കെ, നമ്മളുടെ എനർജി നമ്മൾ ഫുൾ ആയിട്ട് കൊടുക്കുക. ആൻഡ് ഓൾസോ ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന ക്ലാസ്സുകളും അത്ര വാല്യൂബിൾ ആണ് എന്ന് മനസ്സിലാക്കി മാത്രം അതിനെ പഠിക്കുകയും ചെയ്യുക. ഓക്കെ, എത്ര വാല്യൂബിൾ ആണെന്ന്. നിസ്സാരമാണോ ഇന്നത്തെ ക്ലാസ്? ഓക്കെ ഓക്കെ, അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കൂടിയുണ്ട്. ദിസ് ക്ലാസ്സസ് വിൽ ബി റെക്കോർഡഡ് ആൻഡ് വിൽ ബി സെൻഡ് ടു യുവർ ഗൂഗിൾ ക്ലാസ് റൂം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എനി ടൈം യു ക്യാൻ വാച്ച് ഇറ്റ്. നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ഈ റെക്കോർഡ് ചെയ്യുന്ന ക്ലാസ്സുകളെല്ലാം തന്നെ ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ദോസ് ഹു cannot join the live classes can also watch the recorded class. അത് ഒരു ഫെസിലിറ്റി ആണ്. ഓക്കെ, നമുക്ക് ഇപ്പൊ ഒരു ക്ലാസ് പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിൽ പോയോ, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നില്ല, ക്ലാസ് പോയി തീർന്ന്, വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല അല്ലെ. അന്ന് എന്താണോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് മാത്സ് ഒക്കെ ആണെങ്കിൽ തീരെ പറയണ്ട അല്ലെ, കിട്ടില്ല. പിന്നെ അടുത്ത ദിവസം വരുമ്പോൾ അതിന്റെ കണക്റ്റഡ് ആയിട്ടുള്ള ഭാഗത്തായിരിക്കും. അപ്പൊ നമ്മൾ തലേദിവസം തന്നെ കിട്ടാത്തതുകൊണ്ട് ഇന്ന് വായന വെച്ച് നോക്കിയിരിക്കും. അങ്ങനെ വരും. ആ ഒരു സീൻ ഉണ്ടാക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ദിവസം ക്ലാസ് കഴിയുമ്പോൾ അതൊക്കെ പറയും, അതൊക്കെ പറഞ്ഞു തരാം. റോസ്മേരി ക്ലാസ്സസ് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്തിരിക്കും. ആൻഡ് യു ക്യാൻ വാച്ച് ഇറ്റ് അറ്റ് എനി ടൈം. അറ്റ് എനി ടൈം എന്ന് ഞാൻ പറയുന്നതോടൊപ്പം മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തോട്ടെ. ഇന്നിപ്പോ ക്ലാസ് ഉണ്ട്, ഇന്നത്തെ ക്ലാസ് നാളെ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യും. അപ്പൊ അന്ന് പിറ്റേ ദിവസം ക്ലാസ് ഉണ്ടാവുമല്ലോ.
മൺഡേ തുടങ്ങി ഫ്രൈഡേ വരെ ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ആ മൺഡേ തുടങ്ങി ഫ്രൈഡേ വരെയുള്ള ക്ലാസ്സസ്, ഇന്ന് നടക്കുന്ന ക്ലാസ് നെക്സ്റ്റ് ഡേ ആയിരിക്കും അത് അപ്ലോഡ് ചെയ്യാം. അപ്പൊ അത് കണ്ട് വാച്ച് ചെയ്ത് എന്താണെന്ന ക്ലാസ്, ഏത് ക്ലാസ് എടുത്ത് ഏത് ടോപ്പിക്കാ പഠിപ്പിച്ചെന്നുള്ളതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് അന്നത്തെ ക്ലാസ്സിന് ജോയിൻ ചെയ്യാനായിട്ട് നോക്കാം. അല്ലെങ്കിൽ അന്നും റെക്കോർഡ് തന്നെയാണ് നമ്മൾ അതിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് ക്ലാസ് കാണുന്നവരാണെങ്കിലും ഓക്കെ, ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മാത്രം മറ്റു ക്ലാസ് കാണുക. അങ്ങനെ ആ ഒരു എന്താ പറയാ കൃത്യമായ ഒരു ഓർഡറിൽ നമ്മൾ ആ ഒരു ക്ലാസ്സുകൾ കാണാനും കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, അതല്ല എങ്കിൽ അപ്പുറം പുറമെ കാണും, കുറെ കൺഫ്യൂഷൻസ് വരും, കുറെ ഡൗട്ട്സ് വരും. എന്താണാവോ ഇതിപ്പോ ഇന്ന് ആരായി ക്ലാസ് എടുത്തേ അല്ലെ? ഹോസ്പിറ്റലിലെ ഏത് ഫീൽഡും എന്നാണ് അപ്പൊ നമ്മൾ പറഞ്ഞതൊന്നും കേട്ടില്ല. ഹോസ്പിറ്റലിന്റെ ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യണം നമ്മൾ പഠിക്കാൻ പോണേ? ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന പോസ്റ്റ് ആണ്. ഏത് മേഖലയും ഹോസ്പിറ്റലിന്റെ അകത്ത് ഏത് കാര്യം മാനേജ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റണം എന്നുള്ളതാണ്. ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യാം എന്നൊരു ചോദ്യമില്ല. ബിക്കോസ് ഇൻസൈഡ് ദ ഹോസ്പിറ്റൽ വട്ട് എവർ ഫീൽഡ്സ്, ഏതൊക്കെ ഫീൽഡ് ഉണ്ടോ അവിടെ എല്ലാം നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾക്ക് വരുന്ന ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി, അവിടെയൊക്കെ ക്വാളിറ്റി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, എല്ലാവരും അവരവരുടേതായ ജോലികൾ കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ എൻഷുർ ചെയ്യണം, മേക്ക് ഷുവർ ചെയ്യണം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇനി ഇതിന്റെ PG എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു കോഴ്സ് പഠിച്ചു കഴിയുമ്പോൾ അതിന്റെ PG ലെവലിലേക്ക് ഹയർ സ്റ്റഡീസിലേക്ക് പോലെ കുറച്ചുകൂടി പ്രൊഫഷണൽ ആകും അല്ലെ? സ്കിൽഡ് പ്രൊഫഷണൽ ആകുന്നത് നമ്മളുടെ ഡിപ്ലോമ കോഴ്സോടുകൂടിയാണ്. പക്ഷേ എന്തിനും നമുക്ക് ഒരു എന്താ പറയാ ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യം ഉണ്ടാവൂലേ? അപ്പൊ ആ രീതിയിൽ ആ ഒരു കോഴ്സ് നമുക്ക് PG ലെവലിലേക്കും ചെയ്യാവുന്നതാണ്. ഓക്കെ, ഏത് കോഴ്സിനും അങ്ങനെയുണ്ട്. റെഗുലർ ആയിട്ടുള്ള ക്ലാസ് ടൈം വിൽ ബി മൺഡേ ടു ഫ്രൈഡേ ആണ്. മൺഡേ, ട്യൂസ്ഡേ, വെഡ്നെസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. ഇവിടെ പറയാണ് ടൈം വിൽ ബി ഇൻഫോംഡ് ടു യു ലേറ്റർ. അതിന്റെ സമയം നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഇതെല്ലാം ഇൻഫോർമേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ വരും. ആൻഡ് ആഫ്റ്റർ ഈ ഒരു ക്ലാസ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. തുടക്കം ഞാൻ ഇച്ചിരി വിട്ടുപോയി റെക്കോർഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അത് നിങ്ങളെ കണ്ട ഒരു ആവേശത്തിൽ നമ്മൾ പെട്ടെന്ന് ക്ലാസ്സിലേക്ക് ആയിപ്പോയി. ഓക്കെ, അതുകൊണ്ടാണ് സോറി. എന്തായാലും ക്ലാസ്സിന്റെ ബിഗിനിങ്ങിൽ നമ്മൾ ഇത്രയും പറഞ്ഞുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ് മൈസെൽഫ്. മൈ നെയിം ഈസ് നിഷ. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഞാൻ ചെയ്തത്. എന്റെ പേര് നിഷ എന്നാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സസ് നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ PGയും ഒക്കെ ഉണ്ട്. അതിനെ കുറിച്ചൊക്കെ ഇവിടെ PG ഒക്കെ ഉള്ളതും PGയുടെ ക്ലാസ്സസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെയും അതിനൊക്കെ കാര്യങ്ങൾ നിർദ്ദേശങ്ങളായിട്ട് നിങ്ങൾക്ക് ഇൻഫോർമേഷൻസ് ആയിട്ട് നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ തരും കേട്ടോ. PSC അംഗീകൃതമാണ്. PSC ഓതറൈസ്ഡ് ആയിട്ടുള്ള കോഴ്സ് തന്നെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ തുടക്കം ഞാൻ അതേ പറഞ്ഞുള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒത്തിരി കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞപ്പോഴാണ് റെക്കോർഡ് ചെയ്തില്ല എന്ന് തോന്നിയത്. ഓക്കെ, പറ്റും ഡിപ്ലോമയുടെ കോഴ്സിന്റെയും പറ്റും. ഓക്കെ, അപ്പൊ ക്ലാസ്സസ് ഒക്കെ കൃത്യമായിട്ട് റെഗുലർ ആയിട്ട് നിങ്ങൾ ഏത് രീതി ആയിക്കോട്ടെ അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ലൈവായിട്ട് കാണുന്നവർക്ക്, വീട്ടിലൊക്കെ ഇരിക്കുന്നവർക്ക് അത് ചെയ്യാം. അതല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെ കാണാം. ആൻഡ് ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ സച്ച് എ ഗുഡ് ടേൺ ഇൻ യുവർ ലൈഫ്. അല്ലെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ടേണിംഗ് പോയിന്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന ഒരു കോഴ്സാണ്. സോ ഐ വിഷ് മൈ വെരി ബെസ്റ്റ് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ അത് എന്താ പറയാ ചെയ്യാനും ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക മാത്രമല്ല ആഫ്റ്റർ ഓൾ അതിന് നിങ്ങൾക്ക് പറ്റിയ രീതിയിൽ നിങ്ങൾക്ക് ഒരു ജോബ് കിട്ടാനും കൂടി എനിക്കും നന്നായിട്ട് ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ആശംസകളും അറിയിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ നമ്മൾ ക്ലാസ്സുകളിൽ കാണാം. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട് റിഗാർഡിംഗ് ദ സർട്ടിഫിക്കേഷൻ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളൊക്കെ സംശയങ്ങൾ ഉണ്ടാവുമല്ലോ, അത് ഞാൻ പറഞ്ഞില്ലേ സാറിന്റെ ക്ലാസ്സിലായിരുന്നു കേട്ടോ. ഈ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ബിഗിനിങ്ങിൽ പറഞ്ഞിരുന്നു. ഇൻട്രൊഡക്ഷൻ ക്ലാസ് 2 സെഷനാണ്. അതിന്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തത്. അതെന്റേതായിരുന്നു. ഇനി നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ വിജയദേവ് സാറിന്റെ ക്ലാസ് ഉണ്ടായിരിക്കും. അത് എപ്പോഴാണെന്ന് അറിയിക്കും. സാറിന്റെ ഇന്ന് അത്ര നല്ല ഓക്കെ അല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇല്ല എന്ന് ആണ് അറിഞ്ഞത്. ഉണ്ടോന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് വീണ്ടും കൂടി നിങ്ങളോട് പറയാം. അതല്ലെങ്കിൽ നെക്സ്റ്റ് കമ്മിങ് ഡേയ്സിൽ ഏതെങ്കിലും ദിവസമായിരിക്കും സാറിന്റെ ക്ലാസ് ഉണ്ടായിരിക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് അത് സംബന്ധിക്കുന്ന അത്തരം കാര്യങ്ങളെ സംബന്ധിക്കുന്ന സർട്ടിഫിക്കറ്റിനെ സംബന്ധിക്കുന്നതോ മറ്റേതെങ്കിലും തരത്തിലുള്ള
കോഴ്സിനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്തിനാ നമ്മൾ പഠിക്കുന്നത്, എന്തൊക്കെ സ്കോപ്പ് ഉണ്ട്, ഏതൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എന്താണ് അതിന്റെ ഒരു സാലറി ലെവല്, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. വേറെ അതിന്റെ അപ്പുറം ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് സംബന്ധമായിട്ടുള്ള ഡീറ്റെയിൽസ് വിൽ ബി ഡിസ്കസ്ഡ് ബൈ സാറിന്റെ ക്ലാസ്സിലായിരിക്കും അതൊക്കെ നിങ്ങളെ അറിയിക്കുക. ഓക്കെ, ഇതിന്റെ PG ക്ലാസ് ഒപ്പമല്ല ഐ തിങ്ക് കുറച്ച് ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടായിരിക്കും. അതും നിങ്ങളൊന്ന് ചോദിച്ചേക്കാം. അത്തരം കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, മറ്റ് കോഴ്സസ് ഒക്കെ ഒരുപാട് നമ്മൾ കോഴ്സസ് ഒക്കെ ഇനി തുടങ്ങാനിരിക്കുന്നുണ്ട്. മോണ്ടിസോറി ക്ലാസ്സസ് ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇനി അടുത്ത കോഴ്സസ് ഒക്കെ നമ്മൾ ഇതിന്റെ ഒപ്പം തന്നെ ചേർക്കുന്നുണ്ട്. അത്തരം ഡീറ്റെയിൽസ് ഒക്കെ എന്തായാലും യു ആർ നൗ ദ പാർട്ട് ഓഫ് അവർ ഫാമിലി. തീർച്ചയായിട്ടും നിങ്ങളിപ്പോ ഞങ്ങളുടെ ഫാമിലിയിലെ മെമ്പേഴ്സ് ആണ്. അപ്പൊ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ അത് ഇൻഫോം ചെയ്യും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് ആയിട്ട് നിങ്ങളിലേക്ക് വരും. തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അത്തരം കാര്യങ്ങളെയൊക്കെ കുറിച്ച് അറിയാനായിട്ട്. പിന്നെ ടീച്ചേഴ്സ് ഇവിടെ എടുക്കുന്ന ടീച്ചേഴ്സ്, ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെയാണ് ക്ലാസ്സസ് എടുക്കുന്നത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അവരുടെ ക്ലാസ്സുകളിൽ ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു പ്ലീസ് ക്ലിയർ ഇറ്റ് അറ്റ് ദാറ്റ് ടൈം ഇറ്റ്സെൽഫ്. അങ്ങനെ ടീച്ചേഴ്സ് എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പൊ ഏതെങ്കിലും ടോപ്പിക് ഒക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ടൊക്കെ എന്തായാലും ഉണ്ടാകും അല്ലെ. എല്ലാം നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഡൗട്ടൊക്കെ ഉണ്ടായിരിക്കും. ക്ലാസ്സുകളാണെങ്കിൽ ക്ലാസ്സിനെ സംബന്ധിക്കുന്ന അങ്ങനെ അവർ എടുക്കുന്ന ടോപ്പിക്കിനെ സംബന്ധിക്കുന്ന ഡൗട്ട്സ് ആണെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളത് അന്നേരം തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കിനെ സംബന്ധിക്കുന്ന സംശയങ്ങളാണെങ്കിൽ അന്നേരം തന്നെ ക്ലിയർ ചെയ്യാം. അതല്ലെങ്കിൽ പിറ്റേ ദിവസം തൊട്ടപ്പുറത്തെ ദിവസം ക്ലാസ്സിന് ആ ടീച്ചർ വരുമ്പോൾ ആ ടീച്ചറിന്റെ ക്ലാസ്സിൽ ഇന്ന ടോപ്പിക് അല്ലെങ്കിൽ ഇന്ന പോയിന്റ് ഇരിക്കുന്നത് ക്ലിയർ ആയില്ല, ഒന്നുകൂടി പ്ലീസ് എക്സ്പ്ലെയിൻ ചെയ്യോ മാം എന്നൊന്ന് ചോദിക്കുക. അങ്ങനെ അവരത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ കുറെ ദിവസത്തേക്ക് നീക്കി മാറ്റി വെക്കരുത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തന്നെ. ഓക്കെ, ഇനി മറ്റ് ഡീറ്റെയിൽസ് ഇപ്പോ നമ്മുടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിലൊക്കെ ഉള്ള കാര്യം അല്ലാതെ വല്ല സംശയമുണ്ടെങ്കിൽ അതെല്ലാം മനസ്സിൽ വെക്കുക. അപ്പൊ ഞങ്ങൾക്ക് എങ്ങനെ ക്ലിയർ ആകുന്നു അല്ലെ, മനസ്സിലായ കാര്യം ഉണ്ടാക്കില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ടീച്ചർമാരോടൊന്ന് ഇൻഫോം ചെയ്യാൻ ഞങ്ങൾക്ക് ഇന്ന ഡൗട്ട് ഉണ്ട്. അപ്പൊ നമ്മൾ അത് ഞാൻ ഇവിടെ വരാം, ഞാൻ വന്നിട്ട് അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതിനുള്ള ക്ലാരിഫിക്കേഷൻസ് തരുന്നതായിരിക്കും. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ സാറിന്റെ ക്ലാസ് എന്തായാലും ഉണ്ടല്ലോ, നിങ്ങൾ അതിനെ കുറിച്ച് ചോദിക്കാം. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ പഠിക്കുന്നത് ചില്ലറ കാര്യമല്ലാന്ന് മനസ്സിലായല്ലോ. എന്തായാലും അത് വെറുതെ ആവില്ലെന്ന് മനസ്സിലാക്കിയല്ലോ. ഓക്കെ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒരു മേഖലയാണ് ഹോസ്പിറ്റൽസ്. ഇൻക്രീസിങ് ഡിമാൻഡ്, ഇതിന്റെ ഡിമാൻഡ് ഇനി താഴെ പോവില്ല. ബിക്കോസ് എന്താ കാരണം, ഈ ഹോസ്പിറ്റൽസിന്റെ ഡിമാൻഡ് ഒന്നും അങ്ങനെയുള്ള ഓർഗനൈസേഷൻസ്, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് ഒന്നും ഇനി താഴെ പോവില്ല. ബിക്കോസ് ഇൻക്രീസ്ഡ് ഡിസീസസ് ആണ്. ഓരോ ദിവസവും കാണുന്ന ഈ രോഗങ്ങളും അതുപോലെയുള്ള അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ്. മാത്രമല്ല നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ നമ്മളിനി മാറാനൊന്നും പോകുന്നില്ല. പണ്ടത്തെ രീതിയിലേക്കൊന്നും നമ്മുടെ ലൈഫ് സ്റ്റൈൽ പോകുന്നില്ല. നമ്മുടെ ഫുഡ് ഹാബിറ്റുകൾ മാറി, ലൈഫ് സ്റ്റൈൽ മാറി. ഓക്കെ, എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾക്ക് വന്നേക്കണേ. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരുപാട് നമ്മൾ തന്നെ നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് കെയർലെസ് ആയി, ഒരു ശ്രദ്ധയില്ലാത്ത ആൾക്കാരായി മാറി. നമ്മൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറവാണ് അല്ലെ. പിന്നെന്താ പറയാ, നമ്മൾ തോന്നിയ നേരത്തെ ഫുഡ് കഴിക്കുക, കിട്ടുന്ന സമയത്ത് കഴിക്കുക, ഇനി കൂടുതലും ഫാസ്റ്റ് ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യുക. ഇതൊക്കെ ഇങ്ങനെ ക്രമാതീതം വർദ്ധിക്കുന്നത് തന്നെ നമ്മൾക്ക് ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ വളർത്തുന്നതിന് തുല്യം തന്നെയാണ്. അതുകൊണ്ട് അതിന്റെ ഒരു ഡിമാൻഡ് നീ ഒരിക്കലും വിൽ നോട്ട് ഗോ ഡൗൺ, താഴെ പോകില്ല, അതിങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ അവർ ഓപ്പർച്യൂണിറ്റീസ് വിൽ ബി ഓപ്പൺ. രസമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിശാലമായ ഒരു എന്താ പറയാ ഇത്തരം മേഖലകൾ തുറന്നിരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് അതിന്റെ ഭാഗമാകാനായിട്ട് പറ്റും. എന്തായാലും എല്ലാവർക്കും സാധിക്കും. ഓക്കെ, ഹാപ്പിയാണോ എല്ലാവരും? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിനെ കുറിച്ച് എല്ലാവരും എനർജറ്റിക് ആയിട്ടിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളുടെ എനർജിയാണ് നമ്മളുടെ മുഖത്ത് റിഫ്ലക്റ്റഡ് ആകുന്നത്. ഏത് ഏജ് ആയിക്കോട്ടെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. അതാണ് നമുക്ക് നമ്മളെ തന്നെ നമ്മളിലേക്ക് കൂടി ശ്രദ്ധിക്കേണ്ട സമയം വളരെയധികം അടുത്തു. ഇന്ന് ആളുകളെ എല്ലാവരും മറ്റുള്ളവരുടെ കാര്യം നോക്കി അന്വേഷിച്ച് അവരെ തൃപ്തിപ്പെടുത്തി അവരെ സന്തോഷിപ്പിച്ച് മാത്രം ആണ് നടക്കുക അല്ലെ. സ്വന്തം മാത്രം കാര്യം നോക്കാനല്ലാണ്ട് ഞാൻ പറഞ്ഞത്, നമ്മളിലേക്ക് കൂടി തിരിയേണ്ട സമയം കഴിഞ്ഞുപോയി ഒത്തിരി അല്ലെ. അപ്പൊ നമ്മളെ കൂടി കുറച്ച് സേഫ് ആക്കാൻ, ബൈ ഹെൽത്ത് ആയിക്കോട്ടെ, ബൈ ഫിനാൻഷ്യലി ആയിക്കോട്ടെ, ഏത് രീതിയിൽ നമ്മളെ കൂടി സ്റ്റേബിൾ ആക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതിന് നമ്മൾ തന്നെ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ തന്നെ അതിന് എന്താ പറയാ
റെസ്പോൺസിബിൾ ആവണം. അല്ലാതെ മറ്റുള്ളവർ നമ്മൾ ആരെങ്കിലും നന്നാക്കാൻ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. ആർക്കും സമയമില്ല, എല്ലാവരും ബിസിയാണ്, അവരവരുടെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആണ്. ഓക്കെ, സോ വി ഹാവ് ടു ബി സെൽഫ് മോട്ടിവേറ്റഡ്. തീർച്ചയായിട്ടും നമ്മൾ സ്വയം പ്രേരിതരാകണം. അല്ലാതെ നമ്മളെ പ്രേരിപ്പിക്കാനോ അല്ലെങ്കിൽ ഉണ്ടാനോ തള്ളാനോ ആരും വരില്ല എന്ന് വിചാരിക്കുക. എന്റേതാണ്, എനിക്ക് വേണ്ടിയാണ്, ഞാൻ ഇത് ശ്രമിച്ച് നേടിയെടുത്തേ മതിയാകൂ. ഐ ഹാവ് ടു വിൻ, അല്ലെ, എനിക്കത് നേടണം തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ, ധൃതിയുള്ളവർക്ക് പോകാം. ഓക്കെ, ആൻഡ് ഐ ആം ഗോയിങ് ടു വൈൻഡ് അപ്പ് മൈ ക്ലാസ്. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും വെഡ്നെസ്ഡേ എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങൾ കൃത്യമായിട്ട് മിസ് ചെയ്യാതെയൊക്കെ കാണാനും എല്ലാത്തിനും നിങ്ങളെ ഗോഡ് ബ്ലെസ് ചെയ്യട്ടെ. ആൻഡ് ഓൾസോ ഐ ബ്ലെസ് മൈ സെൽഫ്. നിങ്ങൾക്കും അതുപോലെ തന്നെ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകട്ടെ എന്നുകൂടി ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഫസ്റ്റ് തുടക്കമാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളൂ. ആ തുടക്കം തുടങ്ങി അവസാനം വരെ ഈശ്വരനും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആൻഡ് ഐ വിഷ് ഓൾ ദ ബെസ്റ്റ് ടു ഓൾ പീപ്പിൾ. ഓക്കെ, സോ സീ യു, ലവ് യു ആൾ. ഓക്കെ, കാണാം, ക്ലാസ്സസിൽ കാണാം. താങ്ക് യു. ഇന്നിനി വേറെ ക്ലാസ് ഉണ്ടാവോ? ഇന്നിനി ക്ലാസ് ഇല്ല. സാറിന്റെ ക്ലാസ് അറിയിക്കും കേട്ടോ. അതായത് നിങ്ങൾക്ക് ടൈം ടേബിളും ക്ലാസ് എപ്പോഴാ തുടങ്ങുക എന്നുള്ളതൊക്കെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ.